സ്കൂളുകളിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സൂംബ ഡാൻസ് ഉൾപ്പെടുത്തുന്നതിൽ എതിർപ്പുമായി ഒരു വിഭാഗം മുസ്ലിം സംഘടനകൾ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നേതാവിന്റെ വിമർശനത്തിന് പിന്നാലെ സമസ്തയും തീരുമാനത്തെ എതിർത്ത് രംഗത്തെത്തി. മത അവഹേളനമാണ് സർക്കാർ ലക്ഷ്യമെന്ന് സമസ്ത മുശാവറ അംഗം ബഹാവുദ്ദീൻ നദ്വി ആരോപിച്ചു. തീരുമാനം പിൻവലിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് SYS നേതാവ് അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞു. ഇത് ആണും പെണ്ണും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നേരത്തെ ജനറൽ ഇക്വാലിറ്റി അല്ലെങ്കിൽ ജനറൽ ന്യൂട്രാലിറ്റി കൊണ്ടുവന്നതുപോലെ ഒരുമിച്ച് ആടിപ്പാടിയുള്ളൊരു പ്രക്രിയ നമ്മുടെ യുവസമൂഹത്തിൽ കൊണ്ടുവരുന്നതിനുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ലഹരിയിൽ നിന്ന് ജനങ്ങളെ മുക്തമാക്കുന്നതിന് ഏറ്റവും പ്രധാനമായി നല്ല ബോധവൽക്കരണമാണ് ആവശ്യം. ചെറുപ്പകാലത്ത് തന്നെ ഇങ്ങനെ ആടാനും പാടാനും ഇടകലരാനും പഠിപ്പിക്കുന്നത് ഗുണകരമല്ല എന്ന് നമ്മൾ പറയാൻ കാരണം, ആരോഗ്യ പരിശീലനമാണ് ഉദ്ദേശമെങ്കിൽ നമ്മൾ നേരത്തെയുള്ള സ്കൂളുകളിൽ നടന്നു വരുന്ന കായിക പരിശീലനത്തിന് കൃത്യമായ അധ്യാപക നിയമനങ്ങൾ നടത്തി അത് കൃത്യമായി നടപ്പാക്കലാണ് ആവശ്യം. ഇത്രയുമാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. എന്നാൽ സൂംബയിൽ എന്താണ് തെറ്റ് എന്നായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ ചോദ്യം. ഇതിനെന്താ ഇത്ര കൂടിയാലോചന വേണ്ടത്? സൂംബ കുട്ടികൾ ചെയ്യുന്നത് അവർക്കും പൊതുസമൂഹത്തിനും വളരെ ഗുണകരമാണ് എന്നുള്ളത് ഏത് ആൾക്കും പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാകുന്ന കാര്യമാണ്. അത് ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ്. ശാരീരിക ആരോഗ്യവും മാനസിക ആരോഗ്യവും രണ്ടും ഉറപ്പാക്കാൻ കഴിയുന്ന ഒന്നാണ്. വളരെ ആഹ്ലാദപൂർവ്വം ഉല്ലാസപൂർവ്വമാണ് കുട്ടികളും സ്കൂൾ സമൂഹമാകെ അത് ഏറ്റെടുത്തിട്ടുള്ളത്. അതിലെന്താ തെറ്റ്? 19ാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ പ്രാകൃത മധ്യകാലത്തൊന്നല്ലല്ലോ നിൽക്കുന്നത്. കാലത്തിനനുസരിച്ച് എല്ലാവരും ചിന്തിക്കണം. ആണും പെണ്ണും ഒരുമിച്ച് ഡാൻസ് കളിച്ചാൽ ഒന്നും സംഭവിക്കില്ലെന്നും ആരോപണങ്ങളോട് യോജിക്കാൻ കഴിയില്ലെന്നും കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. മിഥില ബാലൻ വിശദാംശങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. മിഥില, നമ്മളിതിനു മുൻപ് MEC7 വിവാദം, ഒപ്പം തന്നെ ജനറൽ ന്യൂട്രൽ യൂണിഫോം, ഇങ്ങനെ പല വിവാദങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സൂംബ അതൊരു വിവാദ വിഷയമായി മാറിയിരിക്കുകയാണോ? സംസ്കാരത്തിന് യോജിച്ചതല്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെ കൂടിയാലോചനകളില്ലാതെ ഇത് നടപ്പാക്കാൻ സർക്കാർ പോവുകയാണ് എന്ന് പറയുന്നു. അങ്ങനെ പ്രധാനമായും വിവിധ കോണുകളിൽ നിന്ന്, സമസ്ത ഉൾപ്പെടെ വിവിധ മുസ്ലിം സംഘടനകളിൽ നിന്ന് ഉയർന്നു വരുന്ന വിമർശനം എന്താണ്? അനൂജ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു വിവാദവും ചർച്ചാ വിഷയവുമായിരിക്കുകയാണ് ഇപ്പോൾ സൂംബ. പ്രത്യേകിച്ച് ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി TK അഷ്റഫിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, അതാണ് ഇത്തരത്തിൽ ചർച്ചയ്ക്കും വിവാദങ്ങൾക്കും വഴിവെച്ചത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: അല്പവസ്ത്രം ധരിച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് മ്യൂസിക്കിനനുസരിച്ച് ആടുന്നത്, അത് പഠിക്കാനല്ല കുട്ടികളെ സ്കൂളിൽ വിടുന്നത്. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലക്ഷ്യമിട്ടാണ് സ്കൂളിൽ വിടുന്നത്. താനൊരു അധ്യാപകനാണ്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ താൻ ഇതിൽ ഉൾപ്പെടുന്നില്ല. തൻ്റെ മകനെയും ഇത്തരം പഠനത്തിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇത് ഏതെങ്കിലും രീതിയിൽ ഒരു നടപടി തനിക്കെതിരെ വരികയാണെങ്കിൽ നടപടി എടുക്കട്ടെ. ഏത് തരത്തിലുള്ള നടപടിയായിരിക്കും ഉണ്ടാവുക എന്ന് അറിയാൻ തന്നെയാണ് തൻ്റെ നിലപാട് ഇത്തരത്തിൽ ഫേസ്ബുക്കിലൂടെ കുറിക്കുന്നത് എന്നായിരുന്നു TK അഷ്റഫ് പറഞ്ഞത്. ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെയാണ് ഈ വിഷയം വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും എല്ലാം വഴിവെച്ചിട്ടുള്ളത്. മതസംഘടനകളിൽ ഒരു വിഭാഗം ഇതിനെ എതിർത്തിപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. SYS നേതാക്കൾ പറയുന്നു, ഇത്തരത്തിൽ സൂംബ എന്നത് ഈ ഒരു രീതി അല്ലെങ്കിൽ ലഹരി വിരുദ്ധ സന്ദേശവുമായി സൂംബ ഡാൻസ് അത് പാഠ്യപദ്ധതി അല്ലെങ്കിൽ സ്കൂളിൽ നടത്തുന്നത് അത് പിൻവലിക്കണമെന്ന് സർക്കാരിനെ കണ്ട് ആവശ്യപ്പെടുമെന്ന് പറയുന്നു. അതേസമയം തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറയുന്നു, ഇതിൽ എന്താണ് തെറ്റുള്ളത്? ഇത്തരം ഒരു സംവിധാനം സ്കൂളിൽ നടപ്പിലാക്കുമ്പോൾ എന്ത് കൂടിയാലോചനയാണ് നടത്തേണ്ടതെന്ന് ചോദിക്കുന്നു. ഒപ്പം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനും ഇതിനെ അനുകൂലിച്ച്, സൂംബ ഡാൻസിനെ അനുകൂലിച്ച് രംഗത്തെത്തിയിരിക്കുന്നു. ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായ ഒരു വിഷയം തന്നെയാണ് സൂംബ ഡാൻസ് എന്നത്. അനുകൂലിച്ചും പ്രതികൂലിച്ചും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പ്രതികരണം വന്നുകൊണ്ടിരിക്കുന്നു. സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് നിലപാട്, പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഇത് പിൻവലിക്കണം എന്ന ഒരു ആവശ്യവുമായി മതസംഘടനകൾ മുന്നോട്ട് വരുമ്പോൾ സർക്കാർ ഈ വിഷയത്തിൽ ഇനി എന്ത് തീരുമാനമെടുക്കും? സർക്കാരിനെ കണ്ട് ഇക്കാര്യങ്ങൾ പിൻവലിക്കണം അല്ലെങ്കിൽ സൂംബ ഡാൻസ് പിൻവലിക്കണം എന്ന ഒരു ആവശ്യമാണ് സമസ്ത ഉൾപ്പെടെയുള്ള മതസംഘടനകൾ മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ ഇനി വിദ്യാഭ്യാസ മന്ത്രിക്ക് എന്താണ് പറയാനുള്ളത് എന്നാണ് അറിയേണ്ടിയിരിക്കുന്നത്. അനൂജ, അതാണ് ഇതിനോടകം തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം വന്നു. അതാണ് നമ്മൾ അല്പസമയം മുൻപ് കേട്ടത്. അങ്ങനെ സൂംബ ഒരു വിവാദ വിഷയമായി മാറിയിരിക്കുന്നു.